ഇടുക്കി മാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ വേസ്റ്റ് ബിൻ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണത്തിൽ ഉറച്ചു നിലപാടുമായി പ്രസിഡന്റ് ജോസ്മി ജോർജ്. പദ്ധതി നടപ്പാക്കാൻ കൂട്ടായി നിന്നവരാണിപ്പോൾ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതെന്നും ഏതന്വേഷണവും നേരിടുവാൻ തയ്യാറാണെന്നും പ്രസിഡന്റ് ജോസ്മി ജോർജ് വ്യക്തമാക്കി. ഇടതുപക്ഷത്തിന്റെ ഭാഗമായ വൈസ് പ്രസിഡന്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൈകാര്യം ചെയ്തിട്ടും ഇത്തരം ആരോപണം ഉയർന്നത് തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഇടതുപക്ഷം മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണെന്ന ആരോപണവും പഞ്ചായത്തിൽ ഉയർന്നുണ്ട്. UDF ഭരിക്കുന്ന വാത്തുകുടി ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇടതുപക്ഷ അംഗങ്ങളാണ്. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ഉൾപ്പെട്ട സ്റ്റിയറിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്ത് മുഴുവൻ അംഗങ്ങളും അംഗീകരിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പാസാക്കിയ ശേഷമാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിക്കായി ശുപാർശ ചെയ്ത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ബില്ല് പരിശോധിച്ച് അംഗീകാരം കൊടുത്ത ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ വൈസ് പ്രസിഡന്റും യാതൊരു വിയോജിപ്പും ഈ സമയങ്ങളിൽ പ്രകടിപ്പിക്കാതെ പദ്ധതി നടപ്പാക്കുകയും വേസ്റ്റ് ബിൻ വാങ്ങി വിതരണം നടത്തുകയും ചെയ്ത ശേഷം മാസങ്ങൾ പിന്നിട്ടിട്ടാണ് ഇപ്പോൾ ആരോപണം ഉയർന്നത്. എന്നാൽ വേസ്റ്റ് ബിന്നുകൾ വലിയ വില വാങ്ങി നൽകി കമ്മീഷൻ വാങ്ങി എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ത്രിതല പഞ്ചായത്തുകൾക്ക് ഇത്തരം കാര്യങ്ങൾക്കായി സർക്കാർ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് എന്നിരിക്കെ ആരോപണത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ഏത് വിധത്തിലുള്ള അന്വേഷണവും നേരിടുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് പറയുന്നു. 11,360 രൂപ വിലയുള്ള 340 ബിൻ വാങ്ങുകയും അത് വിതരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2025 മാർച്ച് 25 കൂടിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇതിന് തീരുമാനമെടുക്കുകയും 28/2/2025 കൂടിയ ജനറൽ കമ്മിറ്റി പ്രോജക്റ്റ് അംഗീകരിക്കുകയും അതിനുശേഷം അത് DPCക്ക് വിടുകയും DPC അംഗീകരിച്ച് വെറ്റിംഗ് ഓഫീസർ അത് വെറ്റ് ചെയ്ത് നമ്മൾ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുകയുമാണ് ഉണ്ടായത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇടതുപക്ഷ അംഗങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയം വിജിലൻസ് അന്വേഷണത്തിന് വിടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിക്കുകയും കമ്മിറ്റി ഇക്കാര്യം പാസ്സാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. വാത്തിക്കുടി പഞ്ചായത്ത് 3 വർഷം ഭരിച്ചത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുൻപന്തിയിൽ നിന്ന് നടപ്പാക്കിയ പദ്ധതിയിൽ മാസങ്ങൾക്ക് ശേഷം ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്തെന്ന് വാത്തുകുടിയിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് വ്യക്തമാക്കുന്നുണ്ട്. ജംബോട്ടലിൽ ആണ് ഇത് പർച്ചേസ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ആമസോൺ പോലെയോ ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓപ്പൺ മാർക്കറ്റുകളിൽ നിന്ന് അത് നമുക്ക് വാങ്ങാൻ സാധിക്കുകയില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യമാണ് വാത്തിക്കുടിയിൽ ഇപ്പോൾ ചർച്ചയാവുന്നത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.